നമസ്കാരം. വിഷുമായി സോമ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ വ്യക്തികളുടെയും ജനനം തൊട്ട് മരണം വരെയുള്ള ജീവിതക്രമങ്ങൾ നിർണ്ണയിക്കാൻ ജ്യോതിഷത്തിന് സാധിക്കും. വ്യക്തികളുടെ ജനന സമയം, ഗ്രഹനില, ജന്മനക്ഷത്രം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജാതകം രചിക്കുന്നത്. ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശികളിലേക്ക് മാറി മാറി സഞ്ചരിക്കാറുണ്ട്. ഈ പ്രക്രിയ ജ്യോതിഷത്തിൽ പറയുന്ന പേരാണ് സംക്രമണം എന്ന്. ഗ്രഹസംക്രമണം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം ഏറെ ഗുണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു ചില രാശിക്കാരെ സംബന്ധിച്ചോളം ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. ഗ്രഹനില അനുസരിച്ച് ചില രാശിക്കാർക്ക് ശക്തമായ ധനയോഗമാണ് വന്നു ചേരുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ധനയോഗം ഉപകാരമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. മേടം രാശി. മേടം രാശിക്കാർക്ക് ചന്ദ്രൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം രൂപപ്പെടുന്ന ധനയോഗം ഗുണകരമായിരിക്കും. പല വഴിക്ക് പണം കയ്യിലെത്തുകയും പുതിയ വരുമാന സ്രോതസ്സുകളെല്ലാം രൂപപ്പെടുവാനും സാധ്യതയുണ്ട്. മുൻകാല നിക്ഷേപങ്ങൾ വഴി വലിയ ധനലാഭം കയ്യിലെത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങളുടെ ആസ്തി വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ലോട്ടറിയിലേക്ക് സമ്മാനങ്ങൾ നേടുവാനും അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ലാഭം കൊയ്യുവാനും പറ്റിയ സമയമാണ് നിങ്ങൾക്ക്. അടുത്തത് ചിങ്ങം രാശിയാണ്. ചന്ദ്രൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം രൂപപ്പെടുന്ന ധനയോഗം ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വിദേശയാത്ര നടത്താനുള്ളവർക്കൊക്കെ വിദേശയാത്രയ്ക്കും അതുപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതുവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ പരിഹാരം കാണാൻ പറ്റും. അളവറ്റ ധനം കയ്യിലെത്തിയും ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ബിസിനസ്സിലേക്ക് വളരെയധികം ഉയർച്ചയിലേക്ക് നയിക്കാനും പല വിധത്തിലുള്ള ധനസമ്പാദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ചന്ദ്രൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം രൂപപ്പെടുന്ന ധനയോഗം ശുഭകരമായ ഫലങ്ങൾ സമ്മാനിക്കുന്നു. ഇതുവരെ വിവാഹം നടക്കാത്തവർക്കാണെങ്കിൽ അതിന് അനുയോജ്യമായ സമയം തന്നെയാണ് അവർക്ക്. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ബിസിനസ്സിലേക്ക് ലാഭങ്ങൾ കൊയ്യാനും പറ്റിയ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയവും അതുപോലെ തന്നെ മുൻ നിക്ഷേപങ്ങളിൽ നിന്നെല്ലാം പണം കിട്ടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.